ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിത് വന്നിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡർ കൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ കട്ടി പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിനു വേണ്ടി ഞാനൊരു 5 ഡേറ്റ്സ് ഒക്കെ വെള്ളത്തിൽ കുതിർക്കുവാൻ വെച്ചിരുന്നു. പിന്നീട് ഒരു 10 ബദാമും തൊലി കളഞ്ഞെടുത്ത് വെച്ചിരുന്നു. അതൊക്കെ നമുക്കൊരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീടൊരു 5-6 കാജുവാണ്. അത് വറുത്തെടുത്തതായതുകൊണ്ടാണ് ഇതേപോലെ കളർ വന്നിട്ടുള്ളത്. അതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് നമുക്ക് കലക്കിയെടുത്ത് മാറ്റി വെക്കാം. പാലിവിടെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കലക്കിയെടുത്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തൊന്ന് തുടരെ ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് അരച്ച് വെച്ച മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡേറ്റ്സിൻ്റെയും ബദാമിൻ്റെയും കാജുവിൻ്റെയും മിശ്രിതം അരച്ച് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡേറ്റ്സ് ഞാൻ മധുരത്തിന് വേണ്ടി ഇട്ടതാണ്. മധുരം കുറവാണെങ്കിൽ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് മിശ്രിതം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഷുഗറും കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നീട് സാഫ്രോണാണ്. ഞാനത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നീട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും മുന്തിരിങ്ങയും ഒക്കെയാണ്. നല്ല കസ്റ്റാർഡ് കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.